അനദർ വീഡിയോ ഓഫ് സൈലൺ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിപ്പ് സ്കില്ലാണ്. ടിപ്പ് സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പിന്റെ ഒരു പാർട്ടാണ്. ഇത് നമ്മൾ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രസ് വന്നു കഴിയുമ്പോഴോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. ടിപ്പ് സ്കില്ല് ടി സ്റ്റാൻഡ്സ് ഫോർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനകത്ത് നമുക്ക് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇമോഷണലി അറോസൽ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. ആ ഒരു സമയത്ത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൾഡ് വാട്ടർ നമ്മുടെ മുഖത്തേക്ക് സ്പ്ലാഷ് ചെയ്യുക, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഇരിക്കുന്ന ഒരു ബൗളിലേക്ക് നമ്മളുടെ ഫേസ് ഡിപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ വല്ലാതൊരു കാമിങ് എഫക്റ്റിലേക്ക് വരും. അടുത്തതാണ് ഐ. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റൻസ് എക്സസൈസ്. അതായത് നമ്മളൊരു 20 minutes ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യണം. ഏതൊരു നമുക്ക് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ജോഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്യാം. അങ്ങനെ ഏതൊരു എക്സസൈസും ആയിക്കോട്ടെ, നമ്മൾ 20 minutes കണ്ടിന്യൂസ്ലി നമ്മളൊരു എക്സസൈസ് ചെയ്യണം. അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എൻഡോർഫിൻസ് നമ്മൾ റിലീസ് ചെയ്യും. ഈ എൻഡോർഫിൻസ് നമുക്ക് എന്തിനാണ്? നമ്മുടെ മൂഡ് ലിഫ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ മൂഡ് ബൂസ്റ്റേഴ്സ് ആണ്. നമ്മളുടെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. P സ്റ്റാൻഡ്സ് ഫോർ പേസ്ഡ് ബ്രീത്തിങ്. പേസ്ഡ് ബ്രീത്തിങ്ങിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളുടെ ബ്രീത്തിങ് ഭയങ്കര സ്ലോ, അത് ഇൻഹെയിൽ ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മളുടെ അറൗസൽ ലെവലിനെ ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് റിലാക്സേഷൻ പ്രൊമോട്ട് ചെയ്യും. അതായത് ഒരു 4 secondsലേക്ക് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ഒരു 5 secondsലേക്ക് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരത്തേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫും ഭയങ്കരമായിട്ടൊരു സേഫ് ഫീലിങ്ങും നമുക്ക് തോന്നും. നെക്സ്റ്റ് P സ്റ്റാൻഡ്സ് ഫോർ പെയർഡ് മസിൽ റിലാക്സേഷൻ. നമ്മൾ പല ടൈപ്പ് ഓഫ് മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നവരാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മസിൽ റിലാക്സേഷൻ ടെക്നിക്സിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ ചെയ്യുക? അതായത് നമ്മളുടെ മസിൽസിനെ നമ്മൾ ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും, കുറച്ച് സെക്കൻഡ്സിലേക്ക് കീപ്പ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് ഇൻഹെയിൽ ചെയ്യുന്നു നമ്മൾ എയർ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എയർ എക്സെയിൽ ചെയ്യുന്നു. അപ്പം മസിൽസ് ടൈറ്റ് ആയിട്ട് അത്രയും നേരം വെച്ചതിന് ശേഷം നമ്മൾ എക്സെയിൽ ചെയ്യുമ്പോൾ അതിനൊരു റിലാക്സേഷൻ കിട്ടുകയാണ്. ആ മസിൽസിനൊരു കംഫർട്ട് അല്ലെങ്കിൽ ഭയങ്കര റിലീഫ് തോന്നുകയാണ്. അപ്പോൾ ആ സ്ട്രെസ് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. ഈ ഒരു എക്സസൈസിൽ നമ്മൾ, അതായത് ഫോർത്ത് പെയർഡ് മസിൽ റിലാക്സേഷനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോസിൽ നിന്ന് ഹെഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ടോസിൽ നിന്ന് ഓരോ മസിലും ടെൻസ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് സെക്കൻഡ്സിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ടെൻഷൻ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. So I hope this technique would help you when you are emotionally aroused. Thank you.